നമ്മുടെ അങ്കണവാടികൾ ഇപ്പോൾ ബിരിയാണി വിപ്ലവത്തിൻ്റെ ഒരു സ്പേസായി മാറിയിരിക്കുകയാണ്. നേരത്തെ ആ കുഞ്ഞ് മന്ത്രിയോട് ബിരിയാണി വേണം, ബിരിയാണി വേണം എന്ന് പറയുന്നതൊക്കെ ഉപ്പുമാവ് പോരാ എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാം, വേണ്ടത് ചെയ്യാം എന്നൊക്കെ മന്ത്രി പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞപ്പം അന്ന ശ്രദ്ധിച്ചോ, നെടുമങ്ങാട് ഒരു അങ്കണവാടിയിൽ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി അവിടെ എല്ലാവരും ചേർന്ന് DYFI മറ്റുമൊക്കെ ചേർന്ന് DYFI പ്രവർത്തകരൊക്കെ ചേർന്ന് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതിന് അങ്ങനെ ഒരു ആദ്യം ഇത് പറഞ്ഞ ആ കുഞ്ഞുണ്ടല്ലോ, ശംഖു എന്നാണ്, കുട്ടിശംഖു, അതെ, കുട്ടിശംഖു ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിന്ന് മന്ത്രിയോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ശംഖുവിൻ്റെ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് കൊല്ലത്തെ അങ്കണവാടികൾ. അതാണ് പുതിയ വാർത്ത. ചോറും കഞ്ഞിയൊന്നും അല്ല, ബിരിയാണി തന്നെ കൊടുത്തേക്കാം എന്ന ആഗ്രഹം, കുട്ടികളുടെ ആഗ്രഹത്തിന് നിറവേറ്റാൻ ഒപ്പം നിന്നിരിക്കുന്ന കൊല്ലം കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ നിസാമുദ്ദീനാണ്. കാണാം എങ്ങനെയാ കൃഷി ചെയ്യുന്നത്. മണ്ണിനകത്ത് നമ്മള് വിത്തിടുന്നുണ്ട്, പിന്നെ എന്തുണ്ട്, ഞാറ് നട്ടിട്ട് നമ്മള് വെള്ളം ഒഴിച്ചു കൊടുക്കും അല്ലേ. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ എങ്ങനെ വരും, അത് വളർന്നു വരും. നെല്ല് വളർന്നു വരുമ്പോ നമുക്ക് എന്ത് കിട്ടും, അരി കിട്ടും അല്ലേ. അരി കിട്ടി കഴിയുമ്പോ എന്ത് ചെയ്യും, നമ്മള് ഒക്കെ വെച്ച് കഴിക്കും അല്ലേ. എന്നും ചോറും കഞ്ഞിയൊക്കെ കഴിച്ചാൽ മതിയോ, ബിരിയാണി മതിയോ? ആലപ്പുഴയിലെ ദേവികുളങ്ങരയിലെ ശംഖുവിനെ ആർക്കും മറക്കാൻ കഴിയില്ല. ബിരിയാണി ചലഞ്ച് ഉയർത്തിവിട കേരളം മൊത്തം തരംഗമാക്കിയ നമ്മുടെ മിടുക്കൻ, ആ മിടുക്കൻ്റെ ഇത് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഈ അംഗനവാടികൾ, ഇതിപ്പോൾ 145 കൊല്ലം കോർപ്പറേഷനിലെ മണിച്ചിത്തോട് അംഗനവാടിയാണ്, അവിടുത്തെ കുട്ടികൾക്ക് ബിരിയാണി കൊടുക്കുകയാണ് കേട്ടോ. നേരത്തെ നമ്മൾ അവരുടെ വർത്തമാനമൊക്കെ കേട്ടായിരുന്നല്ലോ. നിരവധി ശംഖുമാറുണ്ട് അങ്കനവാടികളിൽ, അവർക്കുമുണ്ട് സ്വപ്നങ്ങൾ. അതിലൊന്നായിരുന്നു ബിരിയാണിയും പൊരിച്ച കോഴിയും. സാമൂഹ്യ മാധ്യമങ്ങൾ ശംഖുവിനെ ബിരിയാണി വിപ്ലവത്തിന്റെ നേതാവാക്കി. എവിടെ അംഗനവാടിയിൽ എന്തോ വേണ്ടേ, ബിരിയാണി വേണം, എല്ലാവർക്കും ബിരിയാണി മതിയോ? ചോറ് വേണ്ടേ? ചോറും തോരനും പരിപ്പും പപ്പടവും ഒക്കെ ഉണ്ടല്ലോ, വേണ്ടേ? സംസ്ഥാന സർക്കാരും ജനപ്രതിനിധികളും അംഗനവാടി ടീച്ചർമാരും കുട്ടികളുടെ ആവശ്യത്തെ പിന്തുണച്ചു. മന്ത്ലി ഒരു പ്രാവശ്യം വെച്ച് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഡിവിഷനിൽ 5 അംഗൻവാടികളാണുള്ളത്. ഇന്ന് തുടക്കം എന്ന രീതിയിൽ എല്ലാ കുട്ടികൾക്കും പാചകം ചെയ്താണ് ഇന്ന് ഫുഡ് എത്തിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇപ്പോൾ തരംഗമായിട്ടുള്ള ഈ തരംഗത്തോടൊപ്പം ഡിവിഷനിലെ അംഗൻവാടികളെയും കൃത്യമായി ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. എന്നും കഞ്ഞിയൊക്കെ കുടിച്ച് മടുത്ത് കഞ്ഞി, ഇവിടെ ചോറും കഞ്ഞിയാണ് കൊടുക്കുന്നത്. 3 ദിവസം ചോറും 3 ദിവസം കഞ്ഞിയാണ് കൊടുക്കുന്നത്. കുട്ടികൾ അത് തന്നെ കഴിച്ച് വെറുത്ത്. അപ്പോഴന്നേരം കുട്ടികൾക്ക് ബിരിയാണി എന്ന് കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. ചിക്കൻ ഉണ്ട്, പിന്നെ ബിരിയാണി ഉണ്ട്, അച്ചാറുണ്ട്, ചിക്കനുണ്ട്, എല്ലാമുണ്ട്. അംഗനവാടികളിലെ മിടുക്കികളും മിടുക്കന്മാരുടെയും വർത്തമാനവും കുരുത്തക്കേടുകളും സിനിമയേക്കാൾ രസകരം. നിഷ്കളങ്കമായ അവരുടെ പരസ്പര സ്നേഹം കാണാനും നല്ല ചേര്. ചിലർക്ക് ടീച്ചർ വാരി കൊടുക്കണം, ചിലർക്ക് വേണ്ട ഞങ്ങൾ സ്വയം കഴിച്ചോളാം എന്ന് പറയും, ആയെ അടുപ്പിക്കില്ല. എന്തായാലും ഇതിൻ്റെയൊക്കെ സ്വാദ് നന്നായി അവർ അറിഞ്ഞിട്ടുണ്ട്. ചിലർക്ക് എരി കൊണ്ട് വല്ലാതെ അവർ വെള്ളം ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ നല്ല ആസ്വദിക്കുകയാണ് ഇന്ന് അവർക്ക് കിട്ടിയ ബിരിയാണിയിൽ. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.